സർക്കാരിന്റെ സംവിധാനത്തിൽ നിന്ന് കുറച്ചാളുകളെ അടർത്തിയെടുത്ത് ചില സംഘടനകൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഈ ടൗൺഷിപ്പിൽ എന്തൊക്കെയാണോ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, സമാനമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ കൂട്ടി കൊണ്ടുപോയി അവരുണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഒരുക്കി കൊടുക്കണം. ഇവിടെ ഈ 160 ഏക്കർ സ്ഥലത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ 12 മീറ്റർ വീതിയുള്ള വലിയ റോഡാണ് പോകുന്നത്. അതിന് പുറമെ 11.5 കിലോമീറ്ററാണ് ഇന്റേണൽ റോഡ്. 5.5 മീറ്ററിൽ അത് ടാർ ചെയ്തിട്ടുള്ള റോഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ് ഇവിടെ നിർമ്മിക്കുന്നത്. ഒരു 7 ഫുട്ബോളിന് യോജ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഈ ടൗൺഷിപ്പിൽ ഉണ്ടാകുന്നു. ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാകുന്നു. അംഗനവാടി ഉണ്ടാകുന്നു. ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാകുന്നു. 10, 15, 20 വീടുകൾക്ക് എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഒരുമിച്ചിരിക്കാൻ കളിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. ഇതൊക്കെ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. വെറുതെ വീട് കയറ്റി കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. സർക്കാരിന്റെ സംവിധാനത്തിൽ നിന്ന് അവരെ പിടിച്ചു വലിച്ചു പല കാര്യങ്ങളും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം ഇതാ കിടക്കുന്ന വീട് എന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണെങ്കിൽ അതിനെ ശക്തമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നേരിടും. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെയാണോ സൗകര്യങ്ങൾ, സമാനമായ സൗകര്യങ്ങൾ, ഇവിടെ ഇപ്പോൾ ഓരോ വീട്ടിനും റോഡുണ്ട്. എല്ലാ വീടും റോഡിനോട് ഫേസ് ചെയ്തിട്ടാണ്, അഭിമുഖമായിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പണിയണം. ചതുപ്പ് നിലത്ത് ആളുകൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന രൂപത്തിൽ ഉണ്ടാവരുത്. പിന്നെ ഇവിടെ ഓരോ വീടിന്റെയും പിൻഭാഗമൊക്കെ വളരെ കെട്ടി സംരക്ഷിക്കുന്നുണ്ട്. വലിയ ഗർത്തങ്ങളുണ്ട്. അതൊക്കെ തന്നെ കെട്ടി സംരക്ഷിച്ചാണ് ഇവിടെ വീടുകളുടെ പണി പുരോഗമിക്കുന്നത്. എന്നാൽ നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു പുഴ പോലെ ഒഴുകുന്ന വലിയ കുണ്ടുള്ള ഒരു സ്ഥലം ആണല്ലോ അത്. അവിടെ അവര് മതിൽ കെട്ടിക്കൊടുക്കണം. മതിൽ കെട്ടി ഉയർത്തി സംരക്ഷിക്കണം ആ ഭാഗം. അതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അതിൽ വീണുപോകുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പൊ അതൊക്കെ എല്ലാ സംഘടനകളും കരുതലായിട്ട് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.